അറബിക്കടലിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ച് ഇന്ത്യൻ നാവികസേന. കഴിഞ്ഞ ദിവസം ചരക്ക് കപ്പലിനെതിരെ ഡ്രോൺ ആക്രമണം നടന്ന പശ്ചാത്തലത്തിലാണ് നടപടി. ഡ്രോൺ ആക്രമണം നടന്ന ചേപ്ലൂട്ടോ കപ്പലിൽ വിശദമായ ഫോറൻസിക് പരിശോധനയും സംഘം നടത്തി. INS മോർമുഗാവോ, INS കൊച്ചി, INS കൊൽക്കത്ത എന്നീ യുദ്ധക്കപ്പലുകളെയാണ് വിന്യസിച്ചത്. നിരീക്ഷണത്തിനായി നാവികസേന P-8I ലോഞ്ച് റേഞ്ച് പട്രോളിംഗ് വിമാനവും സജ്ജീകരിച്ചിട്ടുണ്ട്. 20 ഇന്ത്യക്കാരുമായി സൗദി അറേബ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലുമായി വന്ന MV ചെംപ്ലൂട്ടോ എന്ന വ്യാപാര കപ്പലിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ കപ്പൽ തീപിടിക്കുകയും ചെയ്തു. ആക്രമണത്തിന് ഇരയായ കപ്പൽ 25-ന് മുംബൈ തീരത്ത് നങ്കൂരമിട്ടു. ഇതിന് പിന്നാലെ ഇന്ത്യൻ നാവികസേനയുടെ സ്ഫോടക വസ്തു നിർമ്മാർജ്ജന സംഘം കപ്പൽ പരിശോധിക്കുകയും ചെയ്തു. ആക്രമണത്തിന്റെ സ്വഭാവവും സംബന്ധിച്ച് ഇവർ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി. കപ്പലിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങളുടെയും വിശകലനത്തിൽ ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്ന് സംഘത്തിന്റെ വിലയിരുത്തൽ. അതേസമയം സ്ഫോടക വസ്തു സംബന്ധിച്ച് പരിശോധിക്കാൻ ഫോറൻസിക് പരിശോധനയും നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. സൗദി അറേബ്യയിലെ തുറമുഖത്ത് നിന്ന് മംഗളൂരുവിലേക്ക് പോവുകയായിരുന്നു കപ്പൽ. പോർബന്ദർ തീരത്ത് നിന്ന് 217 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു ആക്രമിക്കപ്പെട്ടത്. സംഭവത്തിൽ ആളപായമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അതേസമയം ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് കഴിഞ്ഞ ദിവസം പെന്റഗൺ വക്താവ് പ്രതികരിച്ചിരുന്നു. അതേസമയം സംഭവത്തിൽ വിവിധ ഏജൻസികളുടെ സംയുക്ത അന്വേഷണം ആരംഭിച്ചതായി ഇന്ത്യൻ നേവി വക്താവ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പതാകയുള്ള ക്രൂഡ് ഓയിൽ ടാങ്കറിന് സമാനമായ രീതിയിൽ ഡ്രോൺ ആക്രമണം നടന്നതായി US സൈന്യം ആരോപിച്ചിരുന്നു. ഗബോണിൻ്റെ ഉടമസ്ഥയിലുള്ള MV സായിബാബ എന്ന ടാങ്കറിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ മാസം ഇസ്രായേലിന്റെ കാർഗോ കപ്പലിന് നേരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സമാനമായ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡാണ് ഈ കപ്പലിനെ ആക്രമിച്ചത് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്.